കേരളത്തിൽ ബി.ജെ.പി. ഭരണപക്ഷമല്ല, പ്രധാന പ്രതിപക്ഷം പോലുമല്ല. എന്നാലും തർക്കത്തിനും ഗ്രൂപ്പിനും പഞ്ഞമില്ല. കോൺഗ്രസിലേതുപോലെ ഏത് പുനഃസംഘടനയും ചില പ്രശ്നങ്ങളുടെ ഒടുക്കവും മറ്റു ചിലതിൻ്റെ തുടക്കവുമാകുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരു പ്രധാന നേതാവ് പ്രചാരണ രംഗത്തുനിന്ന് തന്നെ മാറി നിൽക്കുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിചാരിച്ച വിജയം നേടാൻ കഴിയാത്തതിൻ്റെ പശ്ചാത്തലത്തിൽ പാർട്ടിയിൽ ഗൗരവമായി പരിഗണിക്കേണ്ട ചില പ്രശ്നങ്ങളില്ലേ? ഈ ചോദ്യത്തെ ഇന്ന് നേരിടുന്നത് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MD രമേശാണ്. തനിക്കും നഷ്ടം വന്നിട്ടും പരസ്യമായി കലഹിക്കാൻ മനസ്സില്ലാത്ത ശ്രീ MD രമേശ്. ബി.ജെ.പി. ഈ തെരഞ്ഞെടുപ്പിൽ വിജയം വരിച്ചുവെങ്കിലും പാർട്ടി പ്രതീക്ഷിച്ചത്ര കണക്കാക്കിയത്ര വിജയം വന്നിട്ടില്ല. അകത്തെ വിലയിരുത്തലും അതുതന്നെയാണ്. അപ്പോൾ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് കെ. സുരേന്ദ്രൻ അവകാശപ്പെട്ടതുപോലെയുള്ള വിജയം എന്തുകൊണ്ടുണ്ടായില്ല? പാർട്ടി ആഗ്രഹിച്ച വിജയം കൈവരിക്കാൻ സാധിച്ചില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ അങ്ങനെ ആഗ്രഹം ഒരു വ്യക്തിയുടെ ആഗ്രഹം മാത്രമല്ലല്ലോ. പാർട്ടിയുടെ സംസ്ഥാന ഘടകം ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് വിലയിരുത്തിയപ്പോൾ ഇതിനേക്കാൾ നല്ലൊരു റിസൾട്ട് വേണ്ടതായിരുന്നു. പല കാരണങ്ങൾ കൊണ്ട് ചില സീറ്റുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ പ്രാവശ്യം ജയിച്ചതിനേക്കാൾ കൂടുതൽ, ജയിച്ചതിൻ്റെ 2 ഇരട്ടി സീറ്റുകളിൽ ഞങ്ങൾ 2ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. ചെറിയ വോട്ടുകൾക്ക് നഷ്ടമായിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ചില സ്ഥലത്ത് ഞങ്ങളെ ബോധപൂർവം തോൽപ്പിക്കാനുള്ള പരിശ്രമമുണ്ട്. ചില സ്ഥലത്ത് ഞങ്ങളുടെ സംഘടനാപരമായിട്ടുള്ള ചില വീഴ്ചകൾ കൊണ്ടും സാമൂഹ്യപരമായിട്ടുള്ള ചില കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടു. പക്ഷേ അതിപ്പോൾ ഒരു വ്യക്തിയുടെ ആഗ്രഹം മാത്രമല്ല എന്ന് താങ്കൾ പറഞ്ഞു. പക്ഷേ സംസ്ഥാന പ്രസിഡന്റിൻ്റെ ആഗ്രഹം പാർട്ടിയുടെ മൊത്തം ആഗ്രഹമായി മാറിയില്ല എന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ? അതിൽ ഒരിക്കലുമില്ല. കാരണം ബി.ജെ.പി. വലിയ വിജയമുണ്ടാകും, ഇതിനേക്കാൾ നല്ല മെച്ചപ്പെട്ട വിജയമുണ്ടാകും എന്നുള്ളത് പാർട്ടിയുടെ വിലയിരുത്തലാണ്. 2015 ബി.ജെ.പി. ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ 1400ഓളം സീറ്റുകൾ കിട്ടി. അത് 3 ഇരട്ടിയാക്കും എന്നാണ് കെ. സുരേന്ദ്രൻ പറഞ്ഞിരുന്നത്. ഇപ്പോൾ BDJS ഒക്കെ ഉണ്ടായിരുന്നിട്ടും 1600 എത്തിയിട്ടുള്ളൂ. ആകെ സീറ്റിൻ്റെ 10% പോലും ആയില്ല. അപ്പോൾ ഇതെന്ത് മുന്നേറ്റമാണ്? നല്ല തയ്യാറെടുപ്പ് ബി.ജെ.പി. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് വേണ്ടി നടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കേരളത്തിൻ്റെ പൊതു രാഷ്ട്രീയ അന്തരീക്ഷം ബി.ജെ.പിക്ക് അനുകൂലമായിരുന്നു. ആ രാഷ്ട്രീയ അന്തരീക്ഷത്തെ പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് മാക്സിമം വിജയത്തിലേക്ക് എത്താൻ സാധിച്ചില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ ആ വസ്തുതയുടെ അടിസ്ഥാനത്തിൽ എവിടെയാണ് പാകപ്പിഴകൾ പറ്റിയത് എന്ന് പരിശോധിക്കുന്നതിനുള്ള പരിശോധന ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വിലയിരുത്തൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പക്ഷേ ഏതെങ്കിലും ഒരു വ്യക്തിയെ മാത്രം ആശ്രയിച്ചു കൊണ്ടുള്ളതല്ല. ഇപ്പോൾ സംഘടനാപരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് താങ്കൾ പറയുന്നുണ്ട്. കോൺഗ്രസ്സുകാരും ഇത് തന്നെയാണ് പറഞ്ഞത്. വേണ്ടത്ര ഏകോപനം പാർട്ടിക്കില്ലായിരുന്നു. അപ്പം അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷമാണെന്ന് ബി.ജെ.പിയും കോൺഗ്രസും പറയുമ്പോഴും നിങ്ങൾക്കത് പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞില്ല. അപ്പം ബി.ജെ.പിയിൽ എന്താണ് സംഭവിച്ചത്? പ്രാദേശിക തലത്തിൽ ഞങ്ങൾക്ക് ചില ദൗർബല്യങ്ങളുണ്ട്. ആ ദൗർബല്യങ്ങൾ ഉള്ള സ്ഥലത്ത് ഞങ്ങൾക്ക് പ്രയോജനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കാതെ പോയി, അത് പരിഹരിക്കാൻ കഴിയാതെ പോയി. അതൊരു വസ്തുതയാണ്. അതിൻ്റെ അർത്ഥം സംഘടനാപരമായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നത്തിൻ്റെ പേരിൽ, ഏതെങ്കിലും ഏകോപനത്തിൻ്റെ അടിസ്ഥാനത്തിലുമല്ല. ഈ പ്രാവശ്യം പാർട്ടിയുടെ സ്റ്റേറ്റ് ഘടകം ഒരു ടീം എന്നുള്ള നിലക്ക് തന്നെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. കോർ കമ്മിറ്റിയിൽ തന്നെ എത്ര പേർക്ക് തെരഞ്ഞെടുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്നു? ഇപ്പോൾ താങ്കളെപ്പോലെ ഒരാൾക്ക് പോലും കോഴിക്കോട് കോർപ്പറേഷൻ്റെ മാത്രം ചുമതലയല്ലേ ഉണ്ടായിരുന്നുള്ളൂ? അല്ല, ഈ പ്രാവശ്യം ഞങ്ങളുടെ തീരുമാനം അങ്ങനെയായിരുന്നു. പ്രധാനപ്പെട്ട നഗരസഭകൾ പ്രധാനപ്പെട്ട നേതാക്കന്മാർ നോക്കണമെന്നുള്ളതായിരുന്നു. അങ്ങനെ കോർ കമ്മിറ്റിയിലെ കോർ കമ്മിറ്റിയിലെ പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കന്മാരൊഴികെ എന്ന് പറഞ്ഞാൽ മുൻ സംസ്ഥാന അധ്യക്ഷന്മാരൊഴികെയുള്ള ബാക്കി എല്ലാവരും പ്രധാനപ്പെട്ട നഗരസഭകളാണ് കേന്ദ്രീകരിച്ചത്. അങ്ങനെയാണ് ചുമതല നൽകിയത്. പൊതുവായി ഞങ്ങളെടുത്തിട്ടുള്ള തീരുമാനമാണ് നഗരസഭകളെ കേന്ദ്രീകരിക്കണം. അതിൻ്റെ പ്രയോജനം ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു വിശ്വാസം. സീനിയർ നേതാവായ ശോഭാ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്തുനിന്ന് വിട്ടുനിന്നത് വലിയ ചർച്ചയായി. ശോഭാ സുരേന്ദ്രനെ എന്തുകൊണ്ടാണ് ഉൾക്കൊള്ളാൻ കഴിയാത്തത്? അവരുടെ ചില വിഷയങ്ങളുണ്ട്, അവരുന്നയിച്ചിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ പരിഹരിക്കാൻ പാർട്ടിയുടെ ഒരു സംവിധാനം ഉണ്ടാവണം. അത് പരിഹരിക്കപ്പെടുമെന്നുള്ളൊരു വിശ്വാസമുള്ള ആളാണ് ഞാൻ. കാരണം ശോഭാ സുരേന്ദ്രൻ കേരളത്തിലെ ബി.ജെ.പിയുടെ ഏറ്റവും പ്രമുഖയായ ഒരു നേതാവാണ്. കേരളത്തിലെ ബി.ജെ.പി. രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ളൊരു സ്ത്രീമുഖമായിരുന്നു ശോഭാ സുരേന്ദ്രൻ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ള നിലപാടാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ അതിനാവശ്യമായിട്ടുള്ളൊരു സമയം കിട്ടിയിട്ടുണ്ടാവില്ല. എനിക്ക് തോന്നുന്നു ഇനിയുള്ള ദിവസങ്ങളിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല എന്നാണല്ലോ പാർട്ടി പ്രസിഡന്റ് പറയുന്നത്. ഈ മാധ്യമങ്ങളിൽ വരുന്നത് പോലെയുള്ള വിഷയങ്ങളില്ല എന്നായിരിക്കും അദ്ദേഹം അർത്ഥമാക്കിയിട്ടുണ്ടാവുക. പക്ഷേ ചില വിഷയങ്ങൾ അവർ ഉന്നയിച്ചിട്ടുണ്ടല്ലോ, പൊതുസമൂഹത്തിൻ്റെ മുമ്പാകെ തന്നെ ഉന്നയിച്ചിട്ടുണ്ടല്ലോ. അതിപ്പോൾ രഹസ്യമൊന്നുമല്ലല്ലോ. ആ പ്രശ്നങ്ങളിൽ സ്വാഭാവികമായിട്ടും ബന്ധപ്പെട്ട ആളുകൾ അവരോട് സംസാരിച്ചുകൊണ്ട് ആ പ്രശ്നങ്ങൾക്ക് തീർപ്പ് കൽപ്പിക്കും. ശോഭാ സുരേന്ദ്രൻ്റെ കാര്യത്തിൽ 2 നിലപാടുകളാവാം. ഒന്ന്, അവർ അച്ചടക്കം ലംഘിച്ചു എന്നതിൻ്റെ പേരിൽ അവരെ മാറ്റി നിർത്താം. അല്ലെങ്കിൽ അവർ പറയുന്നതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കി അവരെ ഉൾക്കൊണ്ടുപോകാം. താങ്കൾ ഇതിൽ ഏത് ഭാഗത്താണ്? അല്ല, അവർ സ്വാഭാവികമായിട്ടും അവർ നേതൃത്വത്തിന് മുമ്പാകെ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങൾ അർഹിക്കുന്ന ഗൗരവത്തോടു കൂടി പരിഗണിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ അർത്ഥം പാർട്ടിയുടെ പൊതുവായിട്ടുള്ള നിലപാടിനെതിരായിട്ട് ഒരാൾ പ്രവർത്തിച്ചാൽ അവരെ അംഗീകരിക്കുക എന്നുള്ളതല്ല. താങ്കൾ പറയുന്ന അവരുന്നയിച്ച പ്രധാന പ്രശ്നങ്ങൾ എന്ന് താങ്കൾ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ആ പ്രധാന പ്രശ്നങ്ങൾ? എന്താണ് അവിടെ പാർട്ടി ചെയ്യേണ്ടത്? അല്ല, അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് അവർക്ക് വ്യക്തിപരമായിട്ടുള്ള ചില വിഷയങ്ങളുണ്ട്.
അത് പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ആ പാർട്ടി നേതൃത്വത്തിൽ പെടുന്ന ഒരാളല്ല ഞാൻ. അതുകൊണ്ട് എന്താണ് അവർ നേതൃത്വത്തിൻ്റെ മുമ്പാകെ പറഞ്ഞ പ്രശ്നങ്ങളെന്ന് എനിക്കറിയില്ല. അത് ഏത് നേതൃത്വത്തിൻ്റെ മുമ്പിലാണോ പറഞ്ഞിട്ടുള്ളത് ആ നേതൃത്വമാണ് പരിഹരിക്കപ്പെടേണ്ടത്. ഞങ്ങളുടെ ഒരു പൊതുവായിട്ടുള്ള നിലപാട് ആരെയും ഒഴിവാക്കാനല്ല, എല്ലാവരെയും അകത്താക്കാനാണ് പരിശ്രമിക്കുന്ന ഒരു പാർട്ടിയാണ് BJP എക്കാലത്ത്. അപ്പോൾ അവരുടെ ഒരു പ്രശ്നം സീനിയോറിറ്റി ഉണ്ടായിട്ടും അവഗണിക്കപ്പെട്ടു എന്ന് തന്നെയാണ്. താങ്കളുടെ പ്രശ്നവും അത് തന്നെയാണ്. താങ്കൾക്കും സീനിയോറിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിങ്ങൾ രണ്ടുപേരും പരിഗണിക്കപ്പെട്ടില്ല. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി BL സന്തോഷിന് V മുരളീധരനോടും K സുരേന്ദ്രനോടുമുള്ള താല്പര്യം കൊണ്ട് മറ്റ് നേതാക്കളൊന്നും ഇവിടെ പരിഗണിക്കപ്പെടുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ശരി തന്നെയല്ലേ? അല്ല, അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. കാരണം അവരുടെ നിലപാട് എന്താണെന്ന് എനിക്കറിയില്ല. എനിക്ക് എൻ്റെ നിലപാട് പറയാമല്ലോ. പാർട്ടി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പേരുകളുണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ പാർട്ടിക്ക് പല പരിഗണനകളുമുണ്ട്. ആ പരിഗണനയുടെ അടിസ്ഥാനത്തിൽ 3 വർഷത്തേക്കാണ് ഒരാൾ പ്രസിഡന്റ് ആവുന്നത്. അപ്പോൾ ആ 3 വർഷം പാർട്ടി ചുമതലയിലേക്ക് ആര് വരണം എന്നുള്ളത് പാർട്ടി പല കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടെടുക്കുന്ന തീരുമാനമാണ്. അവിടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം പ്രസിഡന്റ് ആയില്ല എന്നുള്ളത് കൊണ്ട് അത് പാർട്ടി നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള അപ്രിയം കാണിച്ചതാണ് എന്ന വിശ്വാസം എനിക്കില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ അവസരം തന്നിട്ടുള്ളതാണ് ഈ പാർട്ടി. കേരള BJPയിൽ പ്രസിഡന്റ് ഒഴികെ ബാക്കി എല്ലാ ചുമതലകളും ഞാൻ നിർവഹിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും അവസരം പാർട്ടി എനിക്ക് തന്നതാണ്. പക്ഷേ ഇപ്പം കുമ്മനം രാജശേഖരനും PS ശ്രീധരൻപിള്ളയും പ്രസിഡന്റ് ആയിരുന്നപ്പോൾ കോർ കമ്മിറ്റിയിൽ പോലും അത്ര സജീവമല്ലാതിരുന്ന K സുരേന്ദ്രനെ തന്നെ പ്രസിഡന്റ് ആക്കിയത് വഴി കേന്ദ്ര നേതൃത്വം നൽകുന്ന സന്ദേശം എന്താണ്? അല്ല, അതൊക്കെ ആപേക്ഷികമായിട്ടുള്ള കാര്യങ്ങളാണ്. സുരേന്ദ്രൻ സജീവമായിരുന്നല്ലോ. കുമ്മനം പ്രസിഡൻ്റായിരിക്കുന്ന സമയത്തും ശ്രീധരൻപിള്ള സാർ പ്രസിഡൻ്റായിരിക്കുന്ന സമയത്തും കേരളത്തിലെ വിവിധങ്ങളായിട്ടുള്ള ബഹുജന പ്രക്ഷോഭങ്ങൾ സുരേന്ദ്രൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ശബരിമല പ്രക്ഷോഭം തന്നെ ഒരു ഘട്ടത്തിൽ അതിൻ്റെ നേതൃനിരയിലേക്ക് സുരേന്ദ്രൻ വന്നിട്ടുണ്ടല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം എന്നുള്ളത് കേരളത്തിലെ നിരവധി ബഹുജന പ്രക്ഷോഭങ്ങൾക്ക് അത് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. അത് സ്വാഭാവികമായിട്ടും ഒരു നേതൃനിരയിലേക്ക് പരിഗണിക്കപ്പെടുമ്പോൾ ഒരു മാനദണ്ഡം തന്നെയാണല്ലോ. അത്രയ്ക്കൊന്നും പ്രായമാകാത്ത K സുരേന്ദ്രന് ഈ പാർട്ടി സംവിധാനത്തെ ഒന്ന് ഊർജ്ജസ്വലമാക്കാൻ കഴിയുന്നു എന്നാണ് താങ്കളും പറയുന്നതെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് കുറച്ച് നേതാക്കൾ, താങ്കൾ ഉൾപ്പെടെ കുറച്ച് നേതാക്കൾ പിന്നോട്ട് വലിഞ്ഞു നിൽക്കുന്നത്? ഇപ്പോൾ അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം ഇപ്പോൾ PM വേലായുധൻ അല്ലെങ്കിൽ MS കുമാർ, JR പത്മകുമാർ, ശ്രീശൻ, ഈ നേതാക്കളെല്ലാം ഉൾവലിഞ്ഞു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അല്ല, അവരെല്ലാം പ്രോപ്പറായിട്ട് അക്കോമഡേറ്റ് ചെയ്യപ്പെടേണ്ടതാണ്. ഒരു കാര്യമുണ്ട്, പാർട്ടിയിലൊരു തലമുറ മാറ്റം നടക്കുന്നുണ്ട്. തലമുറ മാറ്റം എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ മുതിർന്ന ആളുകളെ എല്ലാവരെയും പിൻസീറ്റിലേക്ക് മാറ്റി നിർത്തി പുതിയ ആളുകൾക്ക് ചുമതലയേൽപ്പിക്കുക എന്നുള്ളത് മാത്രമല്ല, മുൻനിരയിൽ പുതിയ ആളുകൾ ഉണ്ടാകുമ്പോഴും അവരുടെ പിറകിൽ പിൻനിരയിൽ ആൾക്കാർ സജീവമായിട്ടുണ്ടാവണം. അപ്പോൾ അതൊരു പഴയ പ്രവർത്തകന്മാരെയും പുതിയ ആളുകളെയും കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോവുക എന്നുള്ളതൊരു കെമിസ്ട്രി ഉണ്ട്. ആ കെമിസ്ട്രി ഒന്നുകൂടി ഫലപ്രദമാവണം. അത് ഫലപ്രദമാവാൻ ആവശ്യമായിട്ടുള്ള ചില നിലപാടുകൾ വേണ്ടിവരും. അതുണ്ടായിക്കഴിഞ്ഞാൽ ഇവർക്ക് ദീർഘകാലം പാർട്ടിയെ പ്രവർത്തിച്ച പാരമ്പര്യമുള്ളവരാണ്, അനുഭവമുള്ളവരാണ്. അത്തരം അനുഭവമുള്ള ആളുകളെ അവരുടെ അനുഭവം ഉപയോഗപ്പെടുത്താനുള്ള പരിശ്രമം ഉണ്ടാവണം. ആ പരിശ്രമം ഉണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി ആ പരിശ്രമം കൂടി ഉണ്ടാകും. ഈ പറഞ്ഞ നേതാക്കൾക്കൊക്കെ എന്തെങ്കിലും കുറവുള്ളതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. കാരണം ഒരാളൊരു ചുമതലയിൽ നിന്ന് മാറുന്നത് അയാൾക്ക് കുറവുള്ളത് കൊണ്ടല്ല. നമുക്ക് പുതിയ ആളുകളെ പരിഗണിക്കണം. BJP രാഷ്ട്രീയം എക്കാലത്തും ഓരോ സന്ദർഭത്തിലും പുതിയ ആളുകളെ പരിഗണിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾക്കൊക്കെ നേതൃനിരയിലേക്ക് വരാൻ വേണ്ടി സാധിച്ചത്. ആ സമയത്ത് ഉള്ള പഴയ ആളുകൾ പുറകോട്ട് മാറിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് നേതൃനിരയിലേക്ക് വരാൻ സാധിച്ചത്. അതെ, ഇപ്പോൾ പറഞ്ഞ ആളുകൾക്കൊന്നും കാര്യമായ കുറവുകളില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് സംസ്ഥാന പ്രസിഡന്റിന് അവരെ ഉൾക്കൊണ്ടു പോകാൻ കഴിയാത്തത്? ചില പുതിയ ആളുകളെ കൊണ്ടുവരുമ്പോൾ ചില പഴയ ആളുകളെ ചുമതല മാറ്റേണ്ടി വരും. പക്ഷേ BJPയിൽ സാധാരണ BJP രാഷ്ട്രീയത്തിൽ ഭാരവാഹിത്വം മാത്രമല്ല ചുമതലയുടെ മാനദണ്ഡം. അവർക്ക് സ്പെസിഫിക്കായിട്ട് രാഷ്ട്രീയത്തിൽ ചെയ്യാനുള്ള റോള് കൊടുക്കണം. ആ റോൾ ഇവർക്കൊക്കെ കൊടുക്കണമെന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. അവർക്ക് വൈസ് പ്രസിഡന്റ് ആവുകയോ സെക്രട്ടറി ആവുകയോ എന്നുള്ളതല്ലല്ലോ. അവർക്ക് സ്പെസിഫൈ ചെയ്യാൻ സാധിക്കുന്ന, കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കാൻ സാധിക്കുന്ന ചുമതലകൾ ഉണ്ടാകണം. ആ ചുമതലകൾ കൊടുക്കാനുള്ള ശ്രമമുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഓരോരുത്തർക്കും വിഭിന്നമായ പ്രവർത്തന ശൈലികൾ ഉണ്ടാവാം. താങ്കൾ അതിനെ അംഗീകരിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഈ സംസ്ഥാന പ്രസിഡന്റിന്റെ പ്രവർത്തന ശൈലിയിൽ ഉണ്ടാകേണ്ട മാറ്റം എന്താണ് താങ്കൾ ഒരു സീനിയർ നേതാവ് എന്നുള്ള നിലയിൽ നിർദ്ദേശിക്കുന്നത്? പ്രസിഡന്റിനെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പാർട്ടിയല്ല BJP. അവർ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ടാകും. പക്ഷേ ഒരു പാർട്ടി എന്ന് പറയുമ്പോൾ കൂട്ടായ്മയിലൂടെ ഉണ്ടാകുന്നതാണ്. ആ കൂട്ടായ്മയിലൂടെയാണ് കേരളത്തിലെ പാർട്ടി പ്രവർത്തനത്തെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എവിടെയെങ്കിലും മാറ്റം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് പൊതു സാഹചര്യത്തിനനുസരിച്ച് അവരവർ തീരുമാനിക്കേണ്ടതാണ്. നമുക്ക് ഇങ്ങനെ മാറണം അങ്ങനെ മാറണം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നേതാക്കളെയൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകണം, ഏകോപിപ്പിക്കണം എന്ന് തോന്നുന്നില്ലേ? തീർച്ചയായിട്ടും. കേരളത്തിൽ BJPക്ക് ഒരുപാട് നേതാക്കന്മാരൊന്നും കേരളത്തിലില്ല. UDF-നെയും LDF-നെയും ഒക്കെ അപേക്ഷിക്കുമ്പോൾ കേരളത്തിലെ നേതൃനിരയിൽ ഒരു
എന്താ പറയുക, അവരോട് കിടപിടിക്കാൻ പറ്റുന്ന വലിയ നേതൃനിരയുള്ള പാർട്ടിയല്ല ബി ജെ പി. അതേസമയത്ത് ആ രണ്ട് മുന്നണിയേക്കാൾ 10 മടങ്ങ് സാധാരണ പ്രവർത്തകന്മാരുള്ള, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തകന്മാരുള്ളൊരു പാർട്ടിയാണ്. അപ്പോൾ ആ പ്രവർത്തകന്മാരെല്ലാവരും എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകില്ല എന്ന് 100% ബോധ്യമുണ്ടായിട്ടും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് ബി ജെ പി പ്രവർത്തകന്മാർ. അപ്പം ആ പ്രവർത്തകന്മാരുടെ വികാരം കൂടി മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമം ഉണ്ടാവണം ഒന്ന്. മറുഭാഗത്ത് ഒരുമിച്ച് കൊണ്ടുപോവുക എന്നുള്ളതല്ല, ഒരുമിച്ച് പോകാനുള്ള പ്രവണത അതും എല്ലാവരിലും ഉണ്ടാവണം. ഇത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര പൂരകമാണ്. ഇപ്പോൾ രാഷ്ട്രീയ പ്രശ്നങ്ങളിലുള്ള നിലപാടുകളിലും ഈ ശൈലിയുടെ വ്യത്യാസം നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് CPM രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും അവർ ഈ പലവ്യഞ്ജന കിറ്റ്, ക്ഷേമ പെൻഷൻ തുടങ്ങിയ കാര്യങ്ങൾ സർക്കാരിൻ്റെ നേട്ടങ്ങൾ പ്രചരിപ്പിച്ചാണ് വോട്ട് പിടിച്ചത്. BJP സർക്കാരിന്, കേന്ദ്ര സർക്കാരിനും അതുപോലെ പല നേട്ടങ്ങൾ പറയാനുണ്ടായിരുന്നെങ്കിലും അങ്ങനെയുള്ള പ്രചരണത്തെക്കാൾ കൂടുതലുണ്ടായത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ പാർട്ടി നേതാക്കൾക്കും എതിരായിട്ട് നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുക എന്ന് മാത്രമാണ്. ആ ശൈലി ഇപ്പോൾ വിലയിരുത്തുമ്പോൾ ശരിയായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലക്ക് സർക്കാരിൻ്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ BJPക്ക് സാധിക്കില്ല. അതും സ്വർണ്ണക്കള്ളക്കടത്ത് പോലെയുള്ള രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വിഷയം വരുമ്പോൾ അതിനകത്ത് നിലപാടെടുത്തുകൊണ്ട് അത് ജനങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ചുമതല BJPക്കുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് പുറകോട്ട് പോകാൻ സാധിക്കില്ല. പക്ഷേ തെരഞ്ഞെടുപ്പിൽ അതുമാത്രം വിഷയമാക്കാൻ വേണ്ടി ഒരു ശ്രമം പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അതിൽ അറിഞ്ഞോ അറിയാതെയോ BJPക്കും അതിൽ റോളുണ്ട്. അത് സമർത്ഥമായി LDF ഉപയോഗപ്പെടുത്തി. സത്യത്തിൽ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനം നടത്തിയത് കേന്ദ്ര ഗവൺമെൻറ്റാണ്. സംസ്ഥാന സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ പോലും കേന്ദ്ര വിഹിതത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് ഫലപ്രദമായിട്ട് കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാൻ BJPക്ക് സാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു ഈ പൊതുരാഷ്ട്രീയ പ്രശ്നങ്ങളോടൊപ്പം തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ, വോട്ടർമാരെ സ്വാധീനിക്കുക രാഷ്ട്രീയ പ്രശ്നങ്ങൾ മാത്രമല്ല, അവരവരുടെ ജീവിതത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ കൂടിയാണ്. അത് കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിരുന്നുവെങ്കിൽ BJPക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ഫലം ഉണ്ടാകുമായിരുന്നു. രാഷ്ട്രീയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായ പ്രകടനത്തിനപ്പുറത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു സ്ട്രാറ്റജി കൂടി ഉണ്ടാവണമെന്നാണ് താങ്കൾ പറഞ്ഞത്. അതുതന്നെയാണ് ഞാൻ ചോദിച്ചത്. ഏക സ്ട്രാറ്റജി ഇതായിട്ട് മാറിയില്ലേ? അല്ല, അങ്ങനെ നമ്മൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം വിഷയങ്ങൾ മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ടല്ലോ. കേരളത്തിൽ എല്ലാവരും അത് അതിനെക്കുറിച്ച് പരിശോധിക്കപ്പെടേണ്ടതാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ, മാധ്യമങ്ങളായാലും പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടിയായാലും BJPയിലും പറഞ്ഞ കാര്യങ്ങളൊന്നും ഊഹാപോഹത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളായിരുന്നില്ല. അതൊക്കെ വസ്തുതകളായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ പറയുന്ന കാര്യം നാളെ ശരിയായി വരുന്നുണ്ട്. അപ്പോൾ വസ്തുതകളുടെ പിൻബലത്തോടു കൂടിയാണ് പറയുന്നത്. അത് പറയേണ്ടതാണ്. അത് പറയാതിരിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രതിപക്ഷ പാർട്ടിക്ക് അത് പറയാതിരിക്കാൻ വേണ്ടി സാധിക്കില്ല. പക്ഷേ അതുമാത്രം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും CPM സ്വീകരിച്ചൊരു സമീപനം അതിനോട് വളരെ ബോധപൂർവമായ നിശബ്ദത പാലിക്കുകയും മറുഭാഗത്ത് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങളെ ഹൈലൈറ്റ് ചെയ്യപ്പെടുകയും ചെയ്തു. അതിനോട് കോമ്പറ്റ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ BJP ഈ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങളെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി സാധിച്ചില്ലെന്നത്. വാർത്തകളുടെ കാര്യം താങ്കൾ പറഞ്ഞു. ഈ വാർത്തയിൽ നിറഞ്ഞു നിൽക്കാൻ അത് ഉപകരിച്ചിട്ടുമുണ്ട്. പക്ഷേ അന്വേഷണ ഏജൻസികൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന് കൃത്യമായി അറിയാമെന്ന മട്ടിൽ ഓരോ ദിവസവും പറയുകയും പിന്നീട് അതിനെ സ്വാധീനിക്കുന്നത് പോലുള്ള നടപടികൾ ഉണ്ടാവാതിരിക്കുകയും ചെയ്തപ്പോൾ ശരിക്കും അതിൻ്റെ പ്രയോജനം കിട്ടിയത് സർക്കാരിന് തന്നെയല്ലേ? അല്ല, സർക്കാർ ഒരു രക്തസാക്ഷി പരിവേഷം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാകാം. പക്ഷേ അതൊന്നും വിലപ്പോവില്ല. കാരണം ഇതിൽ വസ്തുതയുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് BJP പറഞ്ഞ കാര്യങ്ങളൊക്കെ വസ്തുതാപരമായി ശരിയാണെന്ന് പിന്നെ അവർക്ക് ബോധ്യപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ ഗവൺമെൻറ് സ്വീകരിച്ചൊരു സമീപനം നിരന്തരമായി ഞങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ചു. അത് ചില മേഖലയെങ്കിലും അവരെ സഹായിച്ചിട്ടുണ്ടാകാം. അതിനി പരിശോധിക്കപ്പെടേണ്ട വിഷയമാണ്. BJPയുടെ പരമ്പരാഗത വോട്ടുകളല്ലാതെ മറ്റ് ഏതെങ്കിലും സമുദായത്തിൻ്റെ അല്ലെങ്കിൽ വിഭാഗത്തിൻ്റെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. കാരണം കിട്ടിയിട്ടില്ലെങ്കിൽ അത് നമുക്ക്, ഞാൻ ഒരു ത്രൂ ഔട്ട് കേരളത്തിൽ മുഴുവൻ അങ്ങനെ കിട്ടി എന്ന് ഇപ്പം എനിക്ക് പറയാൻ കഴിയില്ല. മധ്യ കേരളത്തിലെ ചില ജില്ലകളിൽ ക്രിസ്ത്യൻ സമൂഹം ഈ പ്രാവശ്യം ഒരു പരിധിയോളം BJP സഹായിച്ചിട്ടുണ്ട് എന്നുള്ളതിന് പ്രാഥമികമായി നമുക്ക് കിട്ടുന്ന വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ചില ജില്ലകളിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ, ചില നഗരങ്ങളിൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ അതുപോലെ തന്നെ ചില SC മേഖലകളിൽ ഈ പ്രാവശ്യം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പരമ്പരാഗതമായ CPMൻ്റെ ശക്തി കേന്ദ്രങ്ങൾ. ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ വോട്ടിന് പിന്നാലെയാണ് എല്ലാ മുന്നണികളും. PS ശ്രീധരൻപിള്ള തന്നെ മുൻകൈയെടുത്ത് പ്രധാനമന്ത്രിയുമായി ക്രൈസ്തവ സഭകൾ ചർച്ച നടത്തുകയുമാണ്. ഇപ്പം ഇതിനൊക്കെ മുൻ പ്രസിഡന്റ് PS ശ്രീധരൻപിള്ള തന്നെ വേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അങ്ങനെ അദ്ദേഹം തന്നെ വേണ്ടിയിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ മിസോറാമിലേക്ക് ഗവർണറായിട്ട് അയച്ചത്? കേരളത്തിലെ ഇരു സഭകൾക്കും വിശ്വാസ്യതയുള്ള ഒരാളായിട്ടാണ് അവർ
ശ്രീധരൻപിള്ള സാറിനെ കാണുന്നത്. അത് ദീർഘകാലം അദ്ദേഹം കേരളത്തിൽ പ്രവർത്തിച്ചതിൻ്റെയും ഇവരുമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയതുമുള്ള അതിൻ്റെ ഭാഗമാണ്. അത് അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൽ അവർക്കൊരു വിശ്വാസമുള്ളത് കൊണ്ട് ആ വിശ്വാസത്തിൻ്റെ പേരിലാണ് അദ്ദേഹം ഇതിൽ ഇടപെടുന്നത്. അല്ല, എൻ്റെ ചോദ്യം അതാണ്. അങ്ങനെ വിശ്വാസ്യതയുള്ള ആളുകളെ പാർട്ടിക്ക് വേണ്ടി ഈ സംസ്ഥാനത്ത് തന്നെ ഉപയോഗിക്കേണ്ടത്. എന്തിനാണ് അദ്ദേഹത്തെ ഗവർണറായിട്ട് അയച്ചത്? ഇപ്പോൾ കുമ്മനം രാജശേഖരനെ അദ്ദേഹത്തിൻ്റെ പോലും അനുമതി ഇല്ലാതെ ഒരു ദിവസം ഗവർണറായിട്ട് അയക്കുന്നു, അദ്ദേഹം പിന്നെ തിരിച്ചു വരുന്നു. എന്തിനാ ഇതൊക്കെ? പാർട്ടി അവർക്ക് കൊടുക്കുന്ന പരിഗണനയാണല്ലോ. എല്ലാവർക്കും ഗവർണർമാരാകാൻ സാധിക്കും. അവർക്ക് ആവശ്യമില്ലാത്ത പരിഗണന എന്തിനു കൊടുക്കുന്നു എന്നുള്ളതാണ്. പാർട്ടി ഒരാളുടെ വ്യക്തിപരമായ ആവശ്യം നോക്കിയിട്ടല്ലല്ലോ പരിഗണിക്കുക. പാർട്ടി പലരെയും ഇന്ത്യയിലെ BJPയുടെ പ്രമുഖരായിട്ടുള്ള പല നേതാക്കന്മാരെയും അത്തരത്തിൽ പരിഗണിക്കുന്നു. അവർ പാർട്ടിക്ക് കൊടുത്തിട്ടുള്ള വലിയ സംഭാവനകളെ മതിച്ചുകൊണ്ട് അവർക്ക് കൊടുക്കുന്ന ഒരു പരിഗണനയാണ്. അത് പരിഗണന തന്നെ ആയിരിക്കട്ടെ. പക്ഷെ താങ്കൾ മനസാക്ഷിയോട് ചോദിച്ചിട്ട് പറയുക, കുമ്മനം രാജശേഖരനും PS ശ്രീധരൻപിള്ളയും ഇവിടെ ഈ സംസ്ഥാനത്ത് സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ തന്നെ പ്രവർത്തിക്കേണ്ടവരായിരുന്നില്ലേ? അല്ല, ആ ചോദ്യത്തിൽ എനിക്ക് കൃത്യമായ ഉത്തരവുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നത് കുമ്മനം രാജശേഖരനും ശ്രീധരൻപിള്ളയൊക്കെ കേരളത്തിൽ സജീവമായ രാഷ്ട്രീയ പ്രവർത്തകരാവണമെന്നാണ്. പക്ഷേ അത് എൻ്റെ ആഗ്രഹം മാത്രമാണ്. RSSനോട് അടുപ്പമുള്ള ഒരു നേതാവ് എന്ന നിലയിലാണ് MT രമേശ് അറിയപ്പെടുന്നത്. RSSന് ഇഷ്ടമില്ലാത്ത പല തീരുമാനങ്ങളും കേരളത്തിലെ BJPയിൽ അടുത്തിടെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രവണത നല്ലതാണോ? ഞാൻ വിശ്വസിക്കുന്നിടത്തോളം കാലം രാഷ്ട്രീയ സ്വയംസേവക സംഘം BJPയുടെ ദൈനംദിന രാഷ്ട്രീയ ദേശത്തിലോ ഒരു സംഘടനാ പ്രവർത്തനത്തിലോ ഇടപെടുന്ന വിഭാഗമല്ല. BJP നേതൃനിരയിലേക്ക് ആര് വരണമെന്ന് അഭിപ്രായം പറയുന്ന ഒരു ഘടകവുമല്ല RSS. പക്ഷേ BJPക്കകത്ത് പ്രവർത്തിക്കുന്നവരെക്കുറിച്ച് RSSൻ്റെ നിലപാടുണ്ടാകാം. ആ നിലപാട് അവർ പറയേണ്ട വേദിയിൽ പറയുന്നുണ്ടാകാം. പക്ഷേ അതിനപ്പുറത്തേക്ക് BJPയുടെ പ്രസിഡന്റ് ആരാവണം, സെക്രട്ടറി ആരാവണം, ഇതൊക്കെ തീരുമാനിക്കുന്ന ഒരു ഘടകമല്ല RSS. ഒരു കാലഘട്ടത്തിലും അങ്ങനെ തീരുമാനിക്കാറുമില്ല. RSSുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു നാഭീനാള ബന്ധമാണ്. അത് ആശയപരമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധത്തിൽ നിന്ന് വിമുക്തമായിട്ട് BJPക്ക് ഒരിക്കലും മുന്നോട്ട് പോകാനും സാധിക്കില്ല. BJP പോലൊരു പാർട്ടിയുടെ നേതാക്കളിൽ നിന്ന് പ്രതീക്ഷിക്കാത്തത്ര പ്രകടമായ അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിലുണ്ട് എന്ന് വ്യക്തമാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടായി. ഇപ്പോൾ V മുരളീധരനോടൊപ്പം യാത്ര ചെയ്ത മഹിളാ മോർച്ചയുടെ സെക്രട്ടറിയെ സംബന്ധിച്ച് ആരോപണം ഉണ്ടായപ്പോൾ അവരെ അറിയില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. അത് ന്യായീകരിക്കേണ്ട, പക്ഷേ ശത്രുക്കൾക്ക് എന്തിനാണ് താങ്കൾ ആയുധം കൊടുക്കുന്നത്? അതൊരു തെറ്റിദ്ധാരണയാണ്. ഞാൻ പറഞ്ഞതും അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടതിൻ്റെയും പ്രശ്നമാണ്. ഞാനതിനെക്കുറിച്ച് പറഞ്ഞത് അവർ ഈ ചുമതലയിൽ വന്നതിന് ശേഷം എനിക്കറിയാം. അതിനു മുമ്പ് അവർ BJPക്കകത്തുണ്ടായിരുന്നില്ല. അവർ നമ്മുടെ ഈ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വേറൊരു പ്ലാറ്റ്ഫോമിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ചോദ്യം ഇതായിരുന്നു. ചോദ്യം നേരത്തെ അവരെ അറിയുമോ? നേരത്തെ എനിക്കറിയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ വ്യാഖ്യാനിക്കപ്പെട്ടതാണ്. ഇപ്പോൾ താങ്കൾക്കറിയുമോ? ഇപ്പം അറിയാം. അവർ ചുമതല വന്നതിന് ശേഷം എനിക്കറിയാം. സംശയം എന്താ? ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ സ്വകാര്യമായിട്ട് ചോദിക്കുന്ന ഒന്നുണ്ട്. അതായത് BJPയുടെ പ്രധാന ശത്രുവായി അവർ തീരുമാനിക്കുന്നത് UDFനെ ആയിരിക്കുമോ LDFനെ ആയിരിക്കുമോ എന്ന്. പ്രതിപക്ഷ നേതാവിൻ്റെ പഞ്ചായത്തിൽ ഞങ്ങൾ CPMനാണ് വോട്ട് ചെയ്യുക എന്ന് പരസ്യമായിട്ട് അദ്ദേഹം പ്രസ്താവന ഇറക്കിയല്ലോ. അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, ഭരണകക്ഷിയെ പഞ്ചായത്തിലേക്ക് അധികാരത്തിലേക്ക് എത്താൻ വേണ്ടി പ്രവർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ്, ഇന്ത്യയിൽ ആദ്യത്തെ പ്രതിപക്ഷ നേതാവായിരിക്കും ശ്രീ രമേശ് ചെന്നിത്തല. അതിൻ്റെ അർത്ഥം CPMനെ പ്രതിരോധിക്കാൻ UDFന് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇന്ന് CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് BJP ഉയരുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അജണ്ട. അവിടെ ഇന്നിപ്പോൾ 3-ാം സ്ഥാനത്താണെങ്കിൽ ആ 3-ാം സ്ഥാനത്ത് നിന്ന് ഇടതുപക്ഷത്തോട് നേരിട്ട് ഏറ്റുമുട്ടാൻ സാധിക്കുന്ന രണ്ടാമത്തെ പാർട്ടിയായി കേരളത്തിൽ BJP മാറണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. എന്ന് പറഞ്ഞാൽ UDFന്റെ ചെലവിലാണ് നിങ്ങൾ വളർച്ച ആഗ്രഹിക്കുന്നത് എന്ന് വ്യക്തം. അല്ല, UDF തകർന്നുകൊണ്ടിരിക്കുകയാണ്. UDF ദുർബലമായി UDF തകർന്നു. UDFൻ്റെ തകർച്ചയുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ തെരഞ്ഞെടുപ്പിൽ അവർ സ്വീകരിച്ച നിലപാട്. അപ്പോൾ അതുകൊണ്ട് ആ തകർച്ചയിൽ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് തന്നെയാണ് നേട്ടമുണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. UDFൻ്റെ തകർച്ചയിൽ BJPക്ക് തന്നെയായിരിക്കും നേട്ടം. രാജ്യം മുഴുവനും കോൺഗ്രസ് തകരുന്നിടത്ത് BJPയാണ് ജയിച്ചിട്ടുള്ളത്. പരമ്പരാഗത കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വോട്ട് UDFനും BJPക്കും ഇടയിൽ വീതം വയ്ക്കപ്പെടുമ്പോൾ അതിൻ്റെ പ്രയോജനം കിട്ടുന്നത് CPMനാണ് എന്നത് നിങ്ങൾ ഓർക്കേണ്ടതല്ലേ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു നിലപാട് സ്വീകരിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് ഗുണമുണ്ട് എന്ന് നോക്കിയിട്ടാണ്. മറ്റുള്ളവർക്ക് എന്ത് ഗുണമെന്നുണ്ട് ഞങ്ങൾ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഒരു പ്രശ്നമുണ്ട് എന്ന് സമ്മതിക്കുക അത് പരിഹരിക്കാനുള്ള ആദ്യ പടിയാണ്. BJPയിൽ, സംസ്ഥാന BJPയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് താങ്കൾ സമ്മതിക്കുന്നില്ലേ? അല്ല, ചില വിഷയങ്ങളുണ്ട്. പരിഹരിക്കപ്പെടേണ്ട ആ വിഷയങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതൊക്കെയാണ്? ഈ ഏകോപനമില്ലായ്മയാണോ? അല്ല, അത് അങ്ങനെ ഏകോപനമില്ലായ്മ ഉണ്ടെങ്കിൽ അതൊരു ഉത്തരവാദിത്വം ഞാൻ കൂടിയാണ്. എല്ലാ നേതാക്കളെയും സഹകരിപ്പിക്കുകയാണോ? ഞാൻ പറഞ്ഞത്, ഞാൻ BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. സ്വാഭാവികമായിട്ടും BJPയുടെ എല്ലാ തീരുമാനത്തിൻ്റെയും ഭാഗമാണ് ഞാനും. BJPക്കകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ കൂടി ബാധ്യതയുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ പരിഹാരത്തിൻ്റെ ഭാഗമാണ്. ആ പരിഹാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാളെന്നുള്ള നിലക്ക് ഞങ്ങൾ ഒരുമിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ
അത് ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ച് അതിന് പരിഹാരമുണ്ടാക്കും. അപ്പോൾ താങ്കളുടെ ഈ സൗമ്യമായ നിലപാടും മാന്യതയും ഉണ്ടല്ലോ, അത് ഇന്നത്തെ കാലത്ത് കൈയടി കിട്ടാൻ ഉപകരിക്കുന്നതല്ല, അത് അങ്ങനെ മതി എന്ന് വെച്ചിട്ടാണോ? അല്ല, ഞാൻ കയ്യടി കിട്ടാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും നിലപാട് പറയാറില്ല. കയ്യടി എന്നുള്ളത് കേവലം ഒരു നൈമിഷികം മാത്രമാണ്. ഒരു ചുമതല പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവർത്തനം കൊണ്ട് പാർട്ടിക്ക് എന്ത് ഗുണമുണ്ടാവുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനം. രണ്ടാമത്, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ശൈലിയിൽ വന്നിട്ടുള്ള മാറ്റം അതൊരു ഗുണകരമായിട്ട് ഞാൻ കാണുന്നില്ല. മാരാർജി എപ്പോഴും പറയാറുണ്ട്, രാഷ്ട്രീയത്തിൽ ശത്രുക്കളില്ല, എതിരാളികളേ ഉള്ളൂ. നമ്മുടെ വാക്കുകൊണ്ടോ നമ്മുടെ ഭാഷ കൊണ്ടോ ഒരാളെ മുറിവേൽപ്പിക്കരുത്, അറിഞ്ഞുകൊണ്ട് മുറിവേൽപ്പിക്കരുത്. ചിലപ്പോൾ അറിയാതെ സംഭവിക്കാം, പക്ഷെ അറിഞ്ഞുകൊണ്ട് ഒരാളെ മുറിവേൽപ്പിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. വിദ്വേഷവും വെറുപ്പും പ്രസരിപ്പിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ കാലത്ത് ഇതൊക്കെ ആരെങ്കിലും വിലമതിക്കോ? ആ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം നമ്മൾ നോക്കുമ്പോൾ ഒരു കുറച്ചു കാലം മുമ്പാണെങ്കിൽ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാർ തമ്മിലും ഒരു സൗഹൃദമുണ്ടായിരുന്നു, രാഷ്ട്രീയത്തിനപ്പുറത്തുള്ള സൗഹൃദമുണ്ടായിരുന്നു. ആ സൗഹൃദം മെല്ലെ മെല്ലെ അവസാനിക്കുകയും നമ്മുടെ ഒരു രാഷ്ട്രീയ നേതൃത്വം ഒരു ശത്രുതാ മനോഭാവത്തിലേക്ക് വരികയും ചെയ്യും. അതൊരിക്കലും ഒരു ജനാധിപത്യ സംവിധാനത്തിന് ഗുണകരമല്ല, ഭൂഷണമല്ല. അതുകൊണ്ട് BJPയുടെ ഒരു ശൈലി തന്നെ അങ്ങനെയാണ്. ഞങ്ങളൊരിക്കലും വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയത്തെ സ്വീകരിക്കാൻ പാടില്ല നിലപാടാണ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം. ആ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ പുറത്ത് നമ്മളൊരു പാർട്ടിയെ വിമർശിക്കുമ്പോൾ ആ പാർട്ടിയുടെ നേതൃത്വത്തെ വ്യക്തിപരമായി ആക്രമിക്കുകയും അവരെ കീറിമുറിക്കുകയും അവരുടെ കുടുംബത്തെ അപമാനിക്കുകയും ചെയ്യുന്ന രീതി അത് ഗുണകരമല്ല എന്ന അഭിപ്രായമാണ്. ഞാനേതായാലും അത്തരം കാര്യങ്ങൾ ഒരിക്കലും ചെയ്യാറുമില്ല. അത് ശരിയല്ല എന്നുള്ള നിലപാടുള്ള ഒരാളാണ്. താങ്കൾ ഈ പറഞ്ഞത് സംസ്ഥാന പ്രസിഡന്റിനുള്ള ഒരു സന്ദേശമാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പാർട്ടിയുടെ പ്രചാരണ ശൈലിയിൽ ഒരു മാറ്റം പ്രതീക്ഷിക്കാമോ? അല്ല, ഞാൻ ആർക്കെങ്കിലുമുള്ള സന്ദേശമായിട്ടല്ല, ഞാനൊരു പൊതു നിലപാട് പറഞ്ഞതാണ്. അത് BJPക്കകത്തും BJPക്ക് പുറത്തും അങ്ങനെ ആളുകളുണ്ട്. ഞങ്ങളൊക്കെ BJP രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അന്ന് ഒരു റോൾ മോഡലായിട്ട് ഞങ്ങളുടെ മുമ്പിലുണ്ടായിരുന്ന മാരാർജിയാണ്. മാരാർജി അതിനിശിതമായ രാഷ്ട്രീയ വിമർശനം നടത്തുന്ന ആളാണ്. കൂരമ്പുകൾ പോലെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ആളാണ് മാരാർജി. പക്ഷേ ആ കൂരമ്പുകൾ ഒരിക്കലും വിഷമുണ്ടാവാറില്ല. ആ കൂരമ്പുകൾ കൊണ്ട് ഒരിക്കലും മുറിവേൽക്കില്ല. പ്രയാസം ഉണ്ടാവാം, പക്ഷെ മുറിവേൽക്കില്ല. അപ്പോൾ ആ ഒരു ശൈലി കണ്ടു വളർന്നിട്ടുള്ള ആളെന്ന നിലക്ക് ഞാൻ എൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഞാൻ സ്വീകരിക്കുന്നൊരു ശൈലി, അതിന് താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരുപക്ഷെ കയ്യടി കിട്ടുന്നില്ലായിരിക്കാം. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന കയ്യടിക്കപ്പുറത്ത് ജനങ്ങൾക്കൊരു മനസ്സുണ്ട്. ആ മനസ്സിലിടം കണ്ടെത്താൻ ഇത്തരം രാഷ്ട്രീയമാണ് നല്ലതെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം എനിക്ക് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ജനാധിപത്യത്തിൻ്റെ അന്തസ്സത്തയ്ക്ക് അനുസരിച്ചാണെങ്കിൽ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന മുദ്രാവാക്യം തന്നെ മാറ്റേണ്ടതാണ്. കാരണം കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു പ്രതിപക്ഷ പാർട്ടിയാണ്, അവർ നിലനിൽക്കേണ്ടതാണ് ജനാധിപത്യത്തിൻ്റെ ആവശ്യം. അപ്പോൾ ഈ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം താങ്കളുടെ പാർട്ടി തന്നെയല്ലേ കൊണ്ടുവന്നത്? ഒരിക്കലുമില്ല. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇല്ലാത്ത ഭാരതമല്ല, അത് രണ്ടും രണ്ടാണ്. ഞങ്ങൾ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞത് കോൺഗ്രസിൻ്റെ അധികാരത്തിൽ നിന്ന് സംസ്ഥാനങ്ങളെ ഓരോന്നോരോന്നായിട്ട് വിമുക്തമാക്കുക. ജനാധിപത്യത്തിൽ ഭരണപക്ഷത്തോടൊപ്പം പ്രധാനപ്പെട്ടതാണ് പ്രതിപക്ഷം. ഞങ്ങൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസ് കുറച്ചുകൂടി മെച്ചപ്പെടേണ്ടതാണ്. ആ മെച്ചപ്പെടേണ്ടത് ജനാധിപത്യത്തിന് ആവശ്യമാണ്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സാധാരണ പറയുന്നൊരു വാക്കുണ്ടല്ലോ, ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് വിഭിന്നമായിട്ടുള്ള ആശയങ്ങൾ കൂടിയാണ്. ആ ആശയമില്ലെങ്കിൽ, ഞാൻ പറയുന്നത് മാത്രമാണ് ശരി, എനിക്ക് വിഭിന്നമായ ഒരു ആശയമില്ല എങ്കിൽ പിന്നെന്ത് ജനാധിപത്യ? അതുകൊണ്ട് കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം ഞങ്ങൾ കരുതുന്നില്ല. കോൺഗ്രസ് ഉണ്ടാവണം, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാവണം. അതൊരു ഇരുകക്ഷി രാഷ്ട്രീയം എന്ന നിലപാട് പോലും BJPക്കില്ല. ഒരു ബഹുകക്ഷി സമ്പ്രദായം ഉണ്ടാകണം എന്ന അഭിപ്രായം തന്നെയാണ് BJPക്കുള്ളത്. അപ്പോൾ കോൺഗ്രസ് മെച്ചപ്പെടണമെന്ന് BJP നേതാക്കൾക്ക് പോലും അഭിപ്രായമുണ്ട്. കോൺഗ്രസ്സുകാർ അത് കേട്ടിരുന്നെങ്കിൽ വളരെ നന്ദി. സന്തോഷം. നമസ്കാരം.